മെറ്റ്ഫോർമിൻ എന്ന് പറഞ്ഞ മെഡിസിൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മരുന്നാണ്. അത് പ്രമേഹ രോഗികളിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെഡിസിൻ ആണ്. സോ ഈ മരുന്നും വൈറ്റമിൻ B12 ഒരു ഇൻട്രാക്ഷൻ ഉണ്ട്. പ്രൊലോങ് ആയിട്ട് മെറ്റ്ഫോർമിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻസിൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി നോട്ട് ചെയ്യാറുണ്ട്. ഇത് എന്തുകൊണ്ടാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മെറ്റ്ഫോർമിൻ പ്രമേഹ രോഗികളിൽ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ലൈൻ ആയിട്ടുള്ള ആന്റി ഡയബറ്റിക് മെഡിസിൻ ആണ്. ഇത് പ്രൊലോങ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ വൈറ്റമിൻ B12 അബ്സോർപ്ഷൻ അത് റെഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടാകുന്നു. പക്ഷേ ഇത് ഡയബറ്റിക് ന്യൂറോപ്പതി ആയിട്ട് ഇതിന്റെ സിംറ്റംസ് സിമിലർ ആയിരിക്കും. സോ ഇങ്ങനെയുള്ള പേഷ്യൻസിൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഡയഗ്നോസ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. വൈറ്റമിൻ B12 നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ടെർമിനൽ പോർഷനിൽ വെച്ചിട്ടാണ്. പക്ഷെ മെറ്റ്ഫോർമിൻ ഈ അബ്സോർപ്ഷനെ ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. ഇതൊരു കാൽസ്യം ഡിപ്പെൻഡന്റ് അപ്ടേക്ക് ആണ്. സോ കാൽസ്യത്തിന്റെ കാൽസ്യം ചാനൽ ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇത് ഇന്റർഫിയർ ചെയ്യുന്നത്. അതേപോലെ ഗട്ട് മോട്ടിലിറ്റി ഇത് മെറ്റ്ഫോർമിൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇറ്റ് ലീഡ്സ് ടു ദ ബാക്ടീരിയൽ ഓവർഗ്രോത്ത്. ബാക്ടീരിയൽ ഓവർഗ്രോത്ത് ഈ വൈറ്റമിൻ B12 ഈ ബാക്ടീരിയ യൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ ഗ്രോത്തിന് വേണ്ടി. സോ വൈറ്റമിൻ B12 അബ്സോർപ്ഷൻ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല. കുറെ സ്റ്റഡികളിലൂടെ മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ 10 തൊട്ട് 30% ആൾക്കാർ ലോങ് ടൈം ആയിട്ട് മെറ്റ്ഫോർമിൻ യൂസ് ചെയ്യുമ്പോൾ അവരുടെ ബ്ലഡിലുള്ള B12 ലെവൽ കുറവായിരിക്കും. ഇതിന്റെ റിസ്ക് കൂടുന്നത് ഇപ്പം മെറ്റ്ഫോർമിൻ 1000 mg പെർ ഡേ 1000 mg കൂടുതൽ കഴിക്കുന്ന ആൾക്കാരിൽ, പിന്നെ ലോങ് ഡ്യൂറേഷൻ 3 to 5 years, പിന്നെ ഓൾഡർ ഏജിൽ ഓൾമോസ്റ്റ് വൈറ്റമിൻ B12 അബ്സോർപ്ഷൻ കൂടുതലായിരിക്കും. അപ്പം റിസ്ക് കൂടുതലാണ് ഓൾഡർ ഏജ് ആൻഡ് വെജിറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരിൽ. അപ്പം സം പേഷ്യൻസിൽ ന്യൂറോപ്പതി മെഗാലോപ്ലാസ്റ്റിക് അനീമിയം ഡെവലപ്പ് ചെയ്യാറുണ്ട് ഇപ്പം ഈ ഡെഫിഷ്യൻസി പ്രോപ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ. വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ന്യൂറോപ്പതി ഡയബറ്റിക് ന്യൂറോപ്പതി ആയിട്ട് മിമിക് ചെയ്യാറുണ്ട്. സോ ഇത് പ്രോപ്പർ ആയിട്ട് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റാറില്ല. ഇങ്ങനെയാണ് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. അപ്പം ലോങ് ടൈം തെറാപ്പി എടുക്കുന്ന ആൾക്കാരിൽ ഒരു 2-3 years കൂടുമ്പം വൈറ്റമിൻ B12 ചെക്ക് ചെയ്യാൻ നല്ലതായിരിക്കും. ദെൻ മീഥൈൽ മാലോണിക് ആസിഡ് ടെസ്റ്റ് എന്ന് വെച്ചാൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരിൽ മീഥൈൽ മാലോണിക് ആസിഡ് വളരെ ഹയർ ആയിരിക്കും. സോ നമുക്കിത് വഴി വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കണ്ടുപിടിക്കാൻ സാധിക്കും. ഹോമോസിസ്റ്റിൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോമോസിസ്റ്റിൻ ഒരു അമിനോ ആസിഡ് ആണ്. അമിനോ ആസിഡിന്റെ മെറ്റബോളിസത്തിന് വൈറ്റമിൻ B12 വളരെ ആവശ്യമാണ്. അപ്പോൾ ഹോമോസിസ്റ്റിൻ ഹൈ ആകുമ്പോൾ വൈറ്റമിൻ B12 കുറവായിരിക്കും. സോ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. CBC എന്ന് പറയുമ്പം വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയിൽ ഹിമാറ്റോക്രിറ്റും ഹീമോഗ്ലോബിനും കുറവായിരിക്കും. മീൻ കോർപ്പസ്കുലാർ വോളിയം 100 femtolitreക്കാളും കൂടുതലായിരിക്കും. അപ്പൊ ഇത് നമുക്ക് നമ്മുടെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി നമ്മുടെ ബോഡിയിൽ റൂൾ ഔട്ട് ചെയ്യാൻ സാധിക്കും. വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം? സോ ഫസ്റ്റ് വൺ വൈറ്റമിൻ B12 സപ്ലിമെന്റേഷൻ ആണ്. സോ ഇവിടെ നമ്മൾ 500 തൊട്ട് 1000 മൈക്രോഗ്രാം പെർ ഡേ സയാനോകോബാലാമിൻ നമുക്ക് കൊടുക്കാം. IM ആയിട്ട് നമുക്ക് കൊടുക്കാം. അത് 1000 മൈക്രോഗ്രാം ഡെയിലി ഫോർ 1 week, ദെൻ വീക്ക്ലി ഫോർ 1 month, ദെൻ മന്ത്ലി അങ്ങനെ കൊടുക്കാം. കാൽസ്യം സപ്ലിമെന്റേഷൻ വൈറ്റമിൻ B12 അബ്സോർപ്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. സോ കാൽസ്യം കാർബണേറ്റ് 1200 mg പെർ ഡേ കൊടുക്കാം. മെറ്റ്ഫോർമിൻ തെറാപ്പി നമ്മൾ യൂഷ്വലി കണ്ടിന്യൂ ചെയ്യാനാണ് പറയുന്നത്. പിന്നെ എന്ത് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, പിന്നെ ഡെഫിഷ്യൻസി ട്രീറ്റ് ചെയ്യുക. പിന്നെ ഡയറ്ററി അഡ്വൈസ് ആനിമൽ പ്രൊഡക്ട്സോ അല്ലെങ്കിൽ ഫോർട്ടിഫൈഡ് ഫുഡ്സോ അതിന്റെ ഇൻടേക്ക് കൂട്ടുക. ഇതൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ.